ഇതാ ഇങ്ങനെ ഇന്നോവ ക്രിസ്റ്റയുടെ ബൂട്ടിൽ നിന്ന് വെള്ളം ലീക്കാകുന്നു. അപ്പോൾ എവിടെ നിന്നാണ് നോക്കിയിട്ടൊരു പിടുത്തം കിട്ടിയില്ല. അങ്ങനെ ഞാൻ നേരെ ഷോറൂമിലേക്ക് തന്നെ പോയി. അന്നേരം പിന്നെ വിഷയമില്ലല്ലോ. അപ്പോഴാണ് ആ ഒരു സിമ്പിൾ സത്യം ഞാൻ മനസ്സിലാക്കുന്നത്. ഈ ടെയിൽ ലാമ്പിൻ്റെ ഓരോ ഹോളുകൾ കണ്ടോ, ഈ ഹോളിനകത്ത് കറക്റ്റ് കമ്പനി നിർദ്ദേശിക്കുന്ന തരത്തിലുള്ള ബോൾട്ടുകൾ അതാത് കൃത്യസ്ഥാനത്ത് തന്നെ സ്ക്രൂ ചെയ്ത് സെറ്റ് ചെയ്യണം. അത് മാറിക്കഴിഞ്ഞാൽ അതിലൂടെ വെള്ളം ഇറങ്ങും. കേവലം 300 രൂപയുടെ ലേബർ ചാർജിൻ്റെ പരിപാടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ നമ്മൾ ടെൻഷൻ അടിച്ച് പണ്ടാറിറങ്ങിപ്പോയി, എവിടുന്നാണെന്ന് അറിയാണ്ട്. അപ്പം വേറൊന്നുമല്ല, അപ്പോൾ ഇത്രയും കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് വേണം പല കാര്യങ്ങളും ഇത്തരത്തിലുള്ള വാഹനത്തിനകത്ത് ചെയ്യാമെന്നുള്ളതിൻ്റെ ഒരു പാഠമാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കാര്യം എനിക്കുണ്ടായത്. സംഭവം നമ്മൾ വളരെ സിമ്പിളാണെന്ന് വിചാരിക്കും, അല്ലെങ്കിൽ ഊരിയിട്ട് തിരിച്ചിടുന്ന സമയത്ത് ഞാനും അത് ശ്രദ്ധിച്ചില്ല, ഞാനും അത് കാര്യമാക്കാതെ അങ്ങ് വിട്ട്. പക്ഷേ അതിൻ്റെ ഒരു പരിണിത ഫലം നമുക്ക് കുറച്ച് ടെൻഷനായിപ്പോയി. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു കാര്യവും ചെറുതല്ല, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ നോക്കി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. എന്നെ ഒരുപാട് വിമർശിച്ച ഒരു സംഭവമാണ്. ഷോറൂമിൽ നിന്ന് പണിയെടുക്കുന്നതിനെ പറ്റി പറയുമ്പോൾ എന്നെ വിമർശിക്കുന്ന സംഭവമാണ്. പക്ഷേ ഷോറൂമിൽ നിന്ന് എടുപ്പിക്കാതിരിക്കുന്നതൊക്കെ നല്ലതാണ്. പക്ഷേ നമ്മൾ കൊണ്ടുപോകുന്ന വർക്ക്ഷോപ്പുകൾ അത്രയും ക്വാളിഫൈഡ് ആയിട്ടുള്ള എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ ഉണ്ടോ എന്നുള്ളത് ഉറപ്പ് വരുത്തണം. നല്ല ഷോറൂമിനേക്കാളൊക്കെ 100 മടങ്ങ് കഴിവുള്ള ആളുകൾ പുറത്ത് വർക്ക്ഷോപ്പുകൾ നടത്തുന്നുണ്ട്. അവരെ ആ കഴിവുള്ള ആളുകളെ തിരഞ്ഞു പിടിച്ച് നമ്മൾ പോയി വണ്ടി ഏൽപ്പിക്കണം. അല്ലെങ്കിൽ നമ്മൾ വണ്ടീനെ ഒരുപാട് സ്നേഹിക്കുന്ന ആളെന്നുള്ള നിലയിൽ നോക്കി കാണുമ്പോൾ നമുക്ക് വല്ലാണ്ട് മാനസിക പ്രശ്നം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ ഉണ്ടാവും. അപ്പോൾ അത് മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഞാൻ പറയുന്നത് എപ്പോഴും അങ്ങനെയാണ്, അല്ലാതെ പുറത്തത്തെ വർക്ക്ഷോപ്പിലുള്ള ആളുകൾക്ക് പണിയറിയില്ലാന്നോ ഷോറൂമുകാർ മുഴുവൻ എല്ലാം തികഞ്ഞവരാണെന്നോ അല്ല ഞാൻ പറഞ്ഞത്. അപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ അതിനെ ഒന്ന് നോക്കിക്കാണാം.